വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നാണ് ഇയാബുവിന്റെ സ്കൂളിലെ ബ്രീഫിംഗ് സെക്ഷൻ. ഞാൻ ബ്രീഫിംഗ് സെക്ഷന് പോകാനായിട്ട് ജസ്റ്റ് ഇറങ്ങി. ഒരു 15 മിനിറ്റ്സ് എത്തും സ്കൂളെത്താൻ. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ ചിലപ്പോൾ എത്താൻ എടുക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രീഫിംഗ് സെക്ഷന് പോവാൻ എനിക്ക് തോന്നുന്നു. ഈ ബ്രീഫിംഗ് സെക്ഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവർ കുട്ടികളുടെ സാധനങ്ങളൊക്കെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം ലേബൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ഒരു ഷോപ്പിംഗ് വീഡിയോ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. ഞാനിവിടെ കൊടുത്തേക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ സ്കൂൾ എത്തിയപ്പോൾ മീറ്റിംഗ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അടുത്തത് ക്ലാസ് ടീച്ചറിനെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനുള്ള സെഷനാണ്. പെർമനന്റ് ID കാർഡ് കിട്ടുന്നത് വരെ യൂസ് ചെയ്യാൻ ഒരു ടെമ്പററി ID കാർഡ് തന്നു. പിന്നെ ശശിരേഖ ടീച്ചറിനെ കണ്ടു. ഞാനും എൻ്റെ ബ്രദറും സിസ്റ്ററും ഹസ്ബൻഡും ശശിരേഖ ടീച്ചറിന്റെ സ്റ്റുഡൻസ് ആണ്. നമ്മൾ എത്ര വലുതായാലും നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു കുട്ടിത്വം തിരിച്ചു കിട്ടും. എന്നിട്ട് നേരെ ഓഫീസിൽ പോയി ശ്രീലക്ഷ്മിയെ കണ്ടു. സ്കൂൾ ഫീ ഒക്കെ കൊടുത്തു. ഫ്രണ്ട് ഡെസ്കിൽ മോൻ്റെ സ്കൂൾ ബസ് നമ്പറൊക്കെ നോട്ട് ചെയ്തു. എന്നിട്ട് പാത്തുവിൻ്റെ കുറച്ച് നോട്ട്ബുക്സ് സ്റ്റോറിൽ നിന്ന് കളക്ട് ചെയ്യണമായിരുന്നു. അതൊക്കെ വാങ്ങി. എന്നിട്ട് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി. അന്നാച്ചിയും വാവയും കൂടെ പാരിപ്പള്ളിയിൽ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വാവയ്ക്ക് ഇന്ന് ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഡെൻറ്റിസ്റ്റിനെ കാണാൻ പോകണം. അപ്പോൾ ആ ടൈമിൽ ഞാൻ ബാഗ് ഷോപ്പിങ്ങിനൊക്കെ പോയ ഒരു വീഡിയോ ഉണ്ട്. അതൊന്ന് കണ്ടിട്ട് വാ. ഇത് കൊള്ളാം. ഇഷ്ടപ്പെട്ടാ? നോക്ക്, ഇത് എത്ര കൊള്ളാമോ? കൊള്ളത്തില്ലേ? എന്നിട്ട് ഞങ്ങൾ മീൽസ് കഴിക്കാൻ ഇമ്പീരിയൽ കിച്ചണിൽ വന്നു. എടുത്തു തരാമേ. അങ്ങനെ ഇപ്പോൾ അസീസിയ ഡെന്റൽ കോളേജിലെത്തി. വാവയെ ഡെന്റിസ്റ്റിനെ കാണിക്കാൻ. എനിക്ക് നല്ല വിശപ്പ്. അപ്പോൾ ക്യാൻറ്റീനിൽ ഇപ്പോൾ എന്തെങ്കിലും കഴിക്കാം എന്ന് വിചാരിക്കുന്നു. അന്നാച്ചിയും മാവിയും ക്യാൻറ്റീനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ജ്യൂസ് എന്തോ ഓർഡർ ചെയ്തെന്നാണ് പറയുന്നത്. പോയി നോക്കട്ടെ. അങ്ങനെ മിയന്നൂർ അസീസിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കൊട്ടിയം ലുലുവിൽ വന്നു. ഇവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കുകയാണ്. ഫുഡ് വാങ്ങിയിട്ട് മേളിൽ ഫുഡ് കോർട്ടിൽ പോയിരുന്ന് കഴിക്കാമെന്ന് കരുതി. ഞാൻ നൂഡിൽസിന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണേ. കാഷ്യൂ ഫ്രൂട്ട് ലസ്സി. എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ സാൻഡ്വിച്ച്? 50-50. എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ നൂഡിൽസ്? 40. എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ ലസ്സി? സൂപ്പർ. ഇയാബുവിന് ലഞ്ച് കിറ്റും പിന്നെ റെയിൻകോട്ടും ഷൂസും കൂടെ വാങ്ങിക്കണം. അത് ഇവിടെ നോക്കിയിട്ട് കിട്ടിയില്ല. ലഞ്ച് കിറ്റ് ഇവിടെ ലുലുവിലുണ്ട്, പക്ഷെ ചെറിയ സൈസാണ്. അപ്പം കൊട്ടിയത്ത് സ്ലീക്കിൽ പോയി നോക്കാം. സ്ലീക്കിൽ വന്നപ്പോൾ ആമിനയുടെ ഹസ്ബൻഡ് ഷാഫിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാ സാധനങ്ങളും എടുത്തു തന്നു. എടുത്തില്ലേ? അന്നാച്ചി ഒരു ചെരുപ്പും വാങ്ങി. ഇവിടുത്തെ ചെരുപ്പ് കളക്ഷൻസ് ഒക്കെ സൂപ്പറാണ്. ഞങ്ങൾക്ക് വീട്ടിലത്തേക്ക് സ്റ്റൗ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നേരെ കൊട്ടിയം പ്രസ്റ്റീജിലെത്തി. അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റൗ. ഇത് ഓട്ടോമാറ്റിക് സ്റ്റൗ ആണ്.
എനിക്ക് സ്റ്റവിനെ കുറിച്ച് അധികം ഒന്നും പറയാൻ അറിയത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മിനി വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഇക്കച്ചി ഇന്ന് രാത്രി എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോയ ഒരു ക്ലിപ്പ് കൂടി കാണിച്ചു തരാം.